ഇനി നമുക്ക് ഇതിൽ പോലീസിന്റെ അന്വേഷണം മാത്രമല്ലല്ലോ. ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു. ഷാഫിയുടെ പ്രതികരണം വന്നു. ഇതൊക്കെ തന്നെയും എടുത്ത നടപടിയെക്കുറിച്ച് പറയുന്നു. നിയമപരമായി മുന്നോട്ട് പോകും. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഷാഫി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ച് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. ആ, ആ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണമെന്ന് പറയുന്നു. അതേസമയം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ടതില്ല, അങ്ങനെ എത്ര പേരുണ്ട് എന്ന രൂപത്തിലേക്ക് ആ പ്രതികരണം ഒന്ന് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് കെ സുധാകരൻ മാറിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം വന്നിരിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തല പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനും മുൻ KPCC പ്രസിഡന്റുമാണ് എന്ന് പറഞ്ഞു. അതായത് കെ സുധാകരനാണ് പരാതി കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിലെടുത്ത നിലപാട് നമ്മൾ പരസ്യമായി കണ്ടതാണ്. അപ്പോൾ നേരത്തെ ഈ പരാതികൾ ലഭിച്ച ശേഷമാണ് ആ മിടുക്കനായ ചെറുപ്പക്കാരനെ അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ട് കെ സുധാകരൻ വന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. വേറെ ആരെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗങ്ങളൊന്നും പറഞ്ഞ കാര്യമല്ല.